എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ST കിച്ചൺ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു എണ്ണപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ST കിച്ചൺ വേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ പത്തിരി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ 2 കപ്പ് മാവിന് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ഇവിടെ നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് ഇടിയപ്പത്തിൻ്റെ മാവാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒന്ന് കൈയെടുക്കാതെ തന്നെ നല്ലതുപോലെ ഇളക്കി അതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു എണ്ണപ്പത്തിരിയാണ്. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി കിട്ടും മാവ്. അപ്പോൾ ഞാനവിടെ മാവ് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ഇനി ആ സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കേണ്ട തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനവിടെ അതിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരകിയതെടുത്ത് വിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി സവാള ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാണ്. അടുത്ത് ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. മഷിയായിട്ടല്ല, ഒന്ന് തുരുതുര അരച്ചെടുക്കണം കേട്ടോ. ഇനി ആ മാവിലേക്ക് 1 സ്പൂൺ അളവിൽ എള്ള് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ ചൂടുണ്ട്. അപ്പോൾ നല്ലതുപോലെ പതുക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കതിനെ കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചൂടോടെ തന്നെ കുഴയ്ക്കുമ്പോൾ തന്നെ നല്ലതുപോലെ അതൊരു സോഫ്റ്റായി കിട്ടും. അപ്പം മാവ് ഇവിടെ നല്ലതുപോലെ പരുവായി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ഉരുള വീതം എടുത്ത് നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു കട്ടിംഗ് ബോർഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് മാവ് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തി ഇതുപോലെ എടുക്കാം. നല്ല കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ. നമ്മൾ ലൂസായി പോകാൻ പാടില്ല. നല്ലതുപോലെ കട്ടി വേണം കേട്ടോ മാവ് പരത്തിയെടുക്കാൻ. അപ്പം ഞാൻ അതവിടെ മാവ് ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ച് ഇതിനെ ഒന്ന് ഇതുപോലെ റൗണ്ടിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിക്ക് വേണം ഞാൻ ഇവിടെ മാവ് ഇത് പത്തിരി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ പത്തിരി എല്ലാം പരത്തി ഇതുപോലെ റൗണ്ടിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മൂന്നെണ്ണമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടായ ശേഷം ഇട്ട് കൊടുക്കുക. അതിനുശേഷം തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഈ പത്തിരിയുടെ ഉള്ളു ഭാഗം ഒന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ തിരിച്ചും മറിച്ചുവിട്ട് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ST കിച്ചൺ വേഡിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ അതവിടെ പത്തിരി നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ എണ്ണപ്പത്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ബീഫോ ചിക്കനൊക്കെ വെച്ച് കഴിക്കാം. അല്ലാതെ വെറുതെ നമുക്ക് കട്ടൻ ചായക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിരിയാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക.